ശ്രീ എം കെ ഹരിദാസ്, ആ CCTV ദൃശ്യങ്ങൾ വളരെ പ്രകടമാണ്, വളരെ കൃത്യമാണ്. അവിടെ പോസ്റ്റ് ഒടിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പോലീസ് ജീപ്പ് ആദ്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ആ പോലീസ് ജീപ്പ് കറങ്ങി തിരികെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു പോലീസുകാരൻ അത് കണ്ടതാണ്, നാട്ടുകാരത് കണ്ടതാണ്, അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞതാണ്. ശ്രീ ഹരിദാസ്, എന്നിട്ടും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആ റോഡിൽ കുറുകയോ അല്ലെങ്കിൽ അവിടെ രണ്ട് അപ്പുറത്തേക്ക് മരക്കാൽ ഒടിച്ചു വെക്കുകയോ എന്തെങ്കിലും ഒരു നോമിനൽ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു ജീവൻ നഷ്ടമാവില്ലായിരുന്നു. ശ്രീ ഹരിദാസ്, നമ്മൾ ഇവിടെ പോലീസോ KSB ജോലി ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. KSBയിലെ അവരൊക്കെ ഈ ദിവസം ചെയ്യുന്ന പണി അങ്ങേയറ്റം അസാധ്യമായ, മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി പണി പോസ്റ്റൽ കെയറിലും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ജാഗ്രത വേണം എന്നീ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ശ്രീ എം കെ ഹരിദാസ്. ജാഗ്രതയേക്കാൾ വേണ്ടത് ഇത്തരം സംഭവങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ പറയില്ലേ, ഒരു കൊല്ലത്തില് ഏതെങ്കിലും ഒരു സബ് ഡിവിഷനിലെങ്കിലും എത്ര പോസ്റ്റുകൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് KSEBക്ക് കണ്ടെത്താം. അപ്പൊ അങ്ങനെ ഇത് ഒടിഞ്ഞു വീണിട്ട് ഒന്നോ രണ്ടോ ജീവൻ എടുക്കത്തക്ക തോതിലുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ പണിയാണിത്. എനിക്ക് തോന്നുന്നത് ഒരു 5-6 കൊല്ലം മുമ്പ് ഇത്തരത്തിലുള്ളൊരു KSEB മിനിസ്റ്റർ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ പോകുന്നുണ്ട്, എന്നിട്ട് പോസ്റ്റുകളുടെ ദുർബലാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതൊക്കെ മാറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടതല്ലാണ്ട് പ്രാവർത്തികമാക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തില് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഒരു നിസ്സാര, ഞാനും നിങ്ങളും രാവിലെ നടക്കാൻ പോണതാണ്, സൈക്ലിങ്ങിന് പോണതാണ്. ഞാൻ ചില ദിവസം വെളിച്ചം വെച്ചിട്ട് പോകും, ചില ദിവസം വെളിച്ചത്തിന് മുമ്പ് പോകും, ഒരു 5-5:30 പോകും. എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടും കാലാവസ്ഥാ വ്യതിയാനവും ഇത് രണ്ടും സഹോദരങ്ങളാണ്. ഇവർ കൈ കോർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് വെള്ളം താഴ്ന്നു പോകാൻ സൗകര്യം പരിമിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് കാണിച്ചു കൂട്ടുന്ന, നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സാഹചര്യത്തെ അത് അങ്ങനെയൊന്നും ആയിട്ട് ജീവൻ പൊലിയാതെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഏത് സർക്കാരാവട്ടെ, ഞാനിപ്പോ ഈ സർക്കാരിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനെന്ത് വേണം ഹാഷ്മി? അതിന് ഏകോപനം വേണം. PWD ആയിട്ടും ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ അപകടങ്ങളാണ് ഇപ്പൊ ഈ കൊല്ലം ഉണ്ടായി. ഇതിപ്പോ ഈ കൊല്ലത്തിനെ നമുക്ക് വിടുക, അടുത്ത കൊല്ലമെങ്കിലും ഈ കൊല്ലം ഉണ്ടായ ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മനുഷ്യജീവൻ നഷ്ടപ്പെടാത്ത തോതില് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യജീവൻ നഷ്ടപ്പെടില്ല. അപ്പോഴും വീടിന്റെ മുകളിലേക്ക് വീണിട്ടുള്ള നഷ്ടങ്ങളും മറ്റും അതൊക്കെ സംഭവിക്കുമായിരിക്കാം. അപ്പോ ഇതിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഒന്നുകിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ കോർപ്പറേഷൻ. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ. അവർക്ക് നമ്മൾ പറയില്ലേ, ജനങ്ങളിൽ നിന്നും വോട്ട് മേടിക്കുക, ജനങ്ങളുടെ നികുതി പണം കൈകാര്യം ചെയ്യുന്നതിലൂടെ എത്ര പണം കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തെക്കോട്ട് ഒഴുക്ക് വേണ്ട കാന വടക്കോട്ട് പണിയുക. ആരാണ് ചോദിക്കാനുള്ളത്? ആരാണ് അവിടെ സൂപ്പർവൈസേഷൻ നടത്തുന്നത്? ഒന്നുമില്ല. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നടുവിലാണെന്നും 2025 കാലാവസ്ഥാ വ്യതിയാനമല്ല 2026 ഉണ്ടാകാൻ പോകുന്നതെന്ന ബോധത്തോടു കൂടിയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരുകളും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഏജൻസികളും ഉണർന്ന് പ്രവർത്തിക്കാത്തോളം കാലം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് ഹാഷ്മി എനിക്ക് പറയാനുള്ളത്.